കേരളത്തിൽ ഒരുപാട് ഇവൻറ്റ് കമ്പനീസ് ഉണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടാലൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ദുബായിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ അത്? അതെ അതെ, തീർച്ചയായിട്ടും. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിൽ വരുന്ന കല്യാണങ്ങൾ, മ്യൂസിക് ഇവന്റ്സ്, പിന്നെ കൂടാതെ എക്സിബിഷൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് സെന്ററിലൊക്കെ വരുന്ന എക്സിബിഷൻസ്. UAE എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ, അതിപ്പോൾ ഏത് എമിറേറ്റ് ആവാം ഞാൻ പറയുന്നത്, ദുബായിലാണെങ്കിൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. മ്യൂസിക് ഇവന്റ്സ് ഓർഗനൈസിങ്, ഫോക്ക് ഡാൻസിന്റെ വരെ സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കുമ്പോൾ ഈ ഇവന്റ്സ് മേഖലയിൽ കടന്നു വരുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒറ്റ ലൈസൻസിൽ എല്ലാ ഇവന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ലൈസൻസിന് നമുക്ക് ആഡ് ചെയ്യാം. ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും ഫ്രീ സോൺ ലൈസൻസോ അല്ലെങ്കിൽ ഓഫ്ഷോർ അങ്ങനത്തെ ലൈസൻസുകളൊന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രധാന കാരണം മെയിൻലാൻഡിലാണ് കൂടുതൽ ഇവന്റ്സുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലല്ല, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മെയിൻലാൻഡിൽ നിങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർമിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. മതപരമായ ഇവന്റ്സുകൾക്കും പെർമിഷൻ കിട്ടും. ഓക്കെ, പെർമിഷൻ എടുക്കും. പിന്നെ നമ്മുടെ വിഷുവിനും ഓണത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് അവിടെ പെർമിഷൻ തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ദീപാവലിക്കുണ്ട്, നമ്മുടെയൊക്കെ പ്രോഗ്രാംസുകൾ എല്ലാം മതപരമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അവിടെ നടക്കും.